ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിലോ മൈക്കോണാക്കിട്ടോ പറഞ്ഞിരുന്നെങ്കിൽ. കേക്കാം. ഓക്കെ. ഓക്കെ, അപ്പം ഇന്ന് നമ്മുടെ തിങ്കി ഡോട്ട് പൈന്റെ ഫസ്റ്റ് ഡേ ആണ്. സോറി, ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാന് സെക്കൻഡ് സെമ്മ് CS സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ കുറെ പേരൊക്കെ എനിക്ക് അറിയാം, കുറെ പേര് അറിയാത്തവരും ഉണ്ട്. ഓക്കെ. അപ്പം ഈ പ്രോഗ്രാം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് തിങ്ക് ഹബ് സിയാസും അതുപോലെ പൈഗ്രാമേഴ്സും കൂടെ നടത്തുന്ന ഒരു 5 ഡേയ്സിന്റെ ഹാക്കത്തോൺ ആണ്. അപ്പം ബൂട്ട് ക്യാമ്പ് ആണ്. അപ്പം നമ്മള് ഈ 5 ദിവസം നമുക്ക് 3 മെന്റേഴ്സ് ആണുള്ളത്. ഒന്ന് ഷഹീൻ, അതുപോലെ ഷഹീം, പിന്നെ അരവിന്ദ്. ഇങ്ങനെ 3 പേരാണ് നമുക്കുള്ളത്. അപ്പൊ ഇന്ന് ക്ലാസ് എടുക്കാൻ വരുന്നത് ഷഹീൻ ആണ്. ഷഹീൻ പൈഗ്രാമേഴ്സിന്റെ CEO ആണ്. അപ്പം ഷഹീൻ സ്റ്റാർട്ട് ചെയ്യല്ലേ? തുടങ്ങല്ലേ? ഓക്കെ. ഓക്കെ. ഓക്കെ, ഓഡിയബിൾ അല്ലേ? ഓടിപൊളി ഓടിപൊളി. അപ്പോ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നും പഠിക്കാനോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ഓവർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. നാളെ നിങ്ങൾ ആക്ച്വലി പൈത്തൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സെയിം ആയിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഒരു സെക്ഷൻ എങ്ങനെയാ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവസം ജസ്റ്റ് ഒരു കോമൺ ടോക്ക് പോലെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനും, ലൈക്ക് എന്താണിത് പഠിച്ചുകൊണ്ട് ഉപകാരമുള്ളത്, എന്തിനാണിത് പഠിക്കുന്നത്, എന്തൊക്കെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടാവും. ഇതൊക്കെ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത്. പിന്നെ ഒരു 3 days നമുക്ക് പൈത്തൺ ബേസിക്സ് മുതൽ പഠിക്കാനുള്ളതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഒരു പ്രൊജക്റ്റും ചെയ്യും. ഒരു പൈത്തണിൽ തന്നെ ടീക്കിൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു 1-2 പ്രൊജക്റ്റും ചെയ്യും. ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കരിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ എന്താ പറയാ, ഇതൊരു സാധാരണ ഒരു കോഴ്സിന് വരുന്ന മാതിരി ഒരു സാധനം മാത്രം ഒന്ന് പഠിച്ചു പോവാം, അങ്ങനത്തെ ഒരു അപ്രോച്ച് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 30 മെമ്പേഴ്സ് ഉണ്ട് ടോട്ടല്. അപ്പോൾ ഇത്രയും ആൾക്കാർ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യില്ല, അത് ഉറപ്പാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. എപ്പോഴും ഈ ബാക്കിയുള്ളവരെ അങ്ങനെ റിമൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആൾക്കാരുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലുള്ളവർ എപ്പോഴും എന്ത് ചെയ്യുക, കൂടുതൽ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെ ഓരോ സാധനങ്ങൾ ലേൺ ചെയ്യുക. ഇങ്ങനത്തെ സാധനങ്ങൾ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കമ്മ്യൂണിറ്റി കൊണ്ടൊക്കെ ഉള്ള ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തുള്ള ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതെപ്പോഴും ഫോക്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പ്രോഗ്രാമിങ് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൈത്തൺ ഒക്കെ പഠിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യമുള്ളത് നോക്കാം. നമ്മൾ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കോളേജിൽ BSc BCA അല്ലെങ്കിൽ മേ ബി അല്ലാത്ത ഫീൽഡും ഉണ്ടാവാം. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്ക് ഇന്നത്തെ കാലത്ത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ് എല്ലാവർക്കും ലേൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വേറെ പല സാധനങ്ങളും ലേൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി പഠിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. പക്ഷെ പ്രോഗ്രാമിങ്ങിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു നീഡില്ല എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബൂട്ട് ക്യാമ്പിന് വരേണ്ട പോലും ആവശ്യമില്ല പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. പ്രോഗ്രാമിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് ഒരു 2 വീഡിയോ സെർച്ച് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു 2 പ്ലേലിസ്റ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മതി. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകണം. അത് പോകില്ല എന്നുള്ളതാണ് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരെയും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു 2-3 ട്യൂട്ടോറിയൽ കാണുക, 2-3 പ്രൊജക്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് ജോബും കിട്ടും. ഇത്ര ഉള്ളൂ ഈ സംഭവം. ഇതൊരു ഭയങ്കര സിമ്പിൾ സാധനമാണ് ശരിക്കും. പക്ഷെ ഈ സാധനം ഒരാൾ വെറുതെ എന്ന് ചെയ്യൂല. അത് ചെയ്യാൻ ആർക്കും ഇങ്ങോട്ട് ഭയങ്കര മടിയായിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമ്മൾ ഈ കമ്പനീസിലേക്കൊക്കെ എല്ലാവരും ഇപ്പോൾ ജോബിന് പോകണം എന്നുള്ള ഒരു തന്നെ ആയിരിക്കുമല്ലോ മെജോറിറ്റി ഓഫ് ആൾക്കാരും. അല്ലെങ്കിൽ ജോബിന് പോകണമെന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സാധനം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടാവും. എന്താണെങ്കിലും സ്കില്ല് പറഞ്ഞ സാധനം അത്യാവശ്യമാണ്. ഇപ്പോൾ എന്തൊരു സാധനം തുടങ്ങണമെങ്കിലും ആ ഏരിയയിൽ സ്കില്ല് വേണ്ടി വരും. അല്ല, നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾക്ക് ജോബ് തരണമെങ്കിലും നമുക്ക് അതിൽ സ്കില്ല് വേണ്ടി വരും. സ്കില്ല് ഇല്ലാണ്ടപ്പോൾ ആർക്കും ജോബ് തരൂലല്ലോ. കാരണം എപ്പോഴും അവരുടെ ജോബ്
ഈസി ആയിട്ട് ആരെ കൊണ്ടാണോ ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് ആർക്കാണോ ചെയ്യാൻ പറ്റുക, അവരായിരിക്കും എപ്പോഴും നിങ്ങളെ ഹയർ ചെയ്യാം. അപ്പോൾ സ്കില്ലുള്ളവർക്ക് എന്തുണ്ടാക്കുള്ളൂ, ജോബ് കിട്ടുള്ളൂ. പിന്നെ എപ്പോഴും കേട്ട് വരുന്ന ഒരു സാധനമാണ് എഞ്ചിനീയേഴ്സിനൊന്നും ജോബ് കിട്ടുന്നില്ല, എഞ്ചിനീയറിംഗ് നല്ലൊരു ഫീൽഡല്ല എന്നുള്ള അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അതിന്റെ ഒരു റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോബ് ആൾക്കാർക്ക് കിട്ടാനല്ല ശരിക്കും പണി, കമ്പനീസിന് ആൾക്കാർക്ക് ജോബ് കൊടുക്കാനാ പണി. അതായത് ഇറ്റ് മീൻസ് എന്താ പറയാ, ഈ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്യാനാണ് പണി കമ്പനീസിന്. പല കമ്പനീസും അതിന് പറ്റിയ ആൾക്കാരെ ഫൈൻഡ് ചെയ്യാതെ, ഇപ്പൊ ചില കമ്പനീസ് ഒക്കെ ചെയ്യുന്ന കണ്ടില്ല. അതായത് ആദ്യം ഒരു റിക്വയർമെന്റ് ലിസ്റ്റ് ഇടും, അതായിരിക്കും അവർക്ക് വേണ്ട സാധനം. പക്ഷെ അതിന് പറ്റിയ ഒരാളെ അവർക്ക് കിട്ടാഞ്ഞിട്ട് അവർ പിന്നെ റിക്വയർമെന്റ് കുറച്ച് കുറക്കും, വീണ്ടും കുറക്കും. അതായത് എന്തെങ്കിലും കുറച്ചെങ്കിലും അറിയാതെ ആരും ജോബിന് എടുക്കൂലല്ലോ. ഇതൊന്നും അറിയുന്ന ആരെയും കിട്ടുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പരാതി. ഈ ആൾക്കാരൊക്കെ ജോബില്ല 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 എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്കൊന്നും ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സ്കിൽസ് ഉണ്ട് കുറച്ച്. ആ സാധനം ഒരാരും ഉണ്ടാക്കിയിട്ടില്ല. മെജോറിറ്റി ഓഫ് ആൾക്കാരും ജസ്റ്റ് കോളേജിൽ പോയി അവിടെ എന്തൊക്കെയോ പഠിച്ചു, അവിടെ എന്താ പഠിച്ചതെന്നുള്ളത് പറയുന്നുണ്ടാവില്ല, അത് കഴിഞ്ഞു വേണം. അപ്പോൾ ഇതല്ല ശരിക്കും എന്ത് വേണ്ടത്. ഇപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് ക്ലയൻസിൽ എത്തുന്ന ഒരു വർക്ക് എടുത്ത് ചെയ്ത് കൊടുക്കണമെങ്കിലോ അതിനൊന്നും നിങ്ങൾ അവിടെ പഠിച്ച സാധനം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സാധനം ആയിരിക്കൂല വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നില്ലെങ്കിൽ കിട്ടാത്തത്, അല്ലാതെ ജോബ് ഇല്ലാത്തതുകൊണ്ടല്ല. ജോബ് ആവശ്യത്തിലധികം അറ്റ് പ്രസന്റ് ഉണ്ട്. അപ്പോൾ സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നീഡ് എന്ന് പറയുന്നത്. ഈ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊരു സാധനം ചെയ്യണമെങ്കിൽ അതിന് സ്കില്ല് വേണം. അതായത് ഒരു ഹൈ ഇൻകം ആയിട്ടുള്ള ഒരു സാലറി കിട്ടുന്നതോ അല്ലെങ്കിൽ എന്താ പറയാ ഹൈ ഇൻകം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണമെങ്കിൽ അവിടെ സ്കില്ല് വേണം. ബാക്കിയുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ട സാധനമാണ് സ്കില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പൊ ഈ പ്രോഗ്രാമിങ്ങിന്റെ കേസിൽ ഇത് ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ പണിയുള്ള സംഭവമല്ല, ഭയങ്കര ഈസിയുള്ള സാധനം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഇപ്പൊ ഒരു 5 days കൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബൂട്ട് ക്യാമ്പ് നടത്താന്ന് പറയുന്നത്. അതിലൊരു ഡേ ഇങ്ങനെയാണ്, 3 day നിങ്ങൾ പൈത്തൺ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഒരു ലാംഗ്വേജ് പഠിക്കാനൊക്കെ എത്ര ഉള്ള ആവശ്യമുള്ളൂ, അതായത് എത്ര ഉള്ള പണിയുള്ളൂ. എന്താ പറയാ, ഒരു 3 day ഇരുന്ന് കുറച്ച് സാധനം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സാധനത്തിന്റെ ഒരു ബേസിക്സ് എന്തെങ്കിലും സാധനം നമുക്ക് പഠിക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ മാത്രം നിർത്താതിരിക്കുക എന്നതാണ്. ഇപ്പൊ ഇതിന്റെയും ഫോളോ അപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് പൈത്തൺ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാല് ഇപ്പോ നമ്മളിപ്പോ എന്ത് കമ്പനി എടുത്ത് പോയി കഴിഞ്ഞാൽ വെറും പൈത്തൺ വെച്ചിട്ട് റിക്വയർമെന്റ് ആയിട്ട് ആരും ഉണ്ടാവില്ല. കാരണം മിക്കവാറും കമ്പനീസും എന്തെങ്കിലും ഫ്രെയിംവർക്സോ ലൈബ്രറീസോ ഏതെങ്കിലും ഏരിയയിൽ അത് യൂസ് ചെയ്യുന്നുണ്ടാവും മോസ്റ്റ്ലി. അതായത് അത് യൂസ് ചെയ്യാത്ത കമ്പനീസ് ഉണ്ട്, വെറും പൈത്തൺ അത് മാത്രം വെച്ചിട്ട് ചെയ്യുന്ന അവരുണ്ട്. അപ്പോൾ അതിനിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ന് ഇങ്ങനെ ബൂമായി നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ വെബ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ പൈത്തണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ ഫ്ലാസ്ക്, ജാങ്കോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. അപ്പൊ ഈ വെബ് ഡെവലപ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിലെ ഈ അതിന് എന്തുകൊണ്ടാണ് ഇത്രക്ക് ഇതാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടൊക്കെ നമ്മളിപ്പോ എന്തൊരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ആപ്പോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു പ്രോസസ് ആയിരുന്നു നമ്മളെല്ലാം ചെയ്തിരുന്നത്. ടാലി ആണെങ്കിലും ശരി, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ, വേർഡ്, എക്സൽ, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ്. പക്ഷെ ഇന്നിപ്പോ വേർഡ് യൂസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ടാവും. അതിന് പകരം എല്ലാവരും ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യുന്നത്. ഈ ടാലിക്കൊക്കെ പകരം കുറെ ആൾക്കാർ സോഹോ ബുക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എവിടുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും, എവിടുന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഏത് ഡിവൈസിൽ നിന്നും ഏത് ടെറയിൽ നിന്നും ഏത് ലൊക്കേഷനിൽ നിന്നും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. മറ്റേതിപ്പോ ഞാനൊരു ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടർ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഡാറ്റയും പോയി ചെയ്ത്. ഇവിടെ അങ്ങനത്തെ ഒന്നും ഇഷ്യൂസ് ഇല്ല, സെക്യൂരിറ്റിന്റെ പ്രശ്നമില്ല. ഇനിയിപ്പോ എന്റെ സാധനം വേറെ ആർക്കെങ്കിലും പെട്ടെന്ന് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡൻഷ്യൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് ഇന്റർനെറ്റ് ഇപ്പൊ എല്ലായിടത്തും അവൈലബിൾ ആയതോട് കൂടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർനെറ്റ് ത്രൂ ആണ് ഇപ്പോൾ എല്ലാ സാധനങ്ങളും നടത്തുന്നത്. അതായത് ഏതോ ലൊക്കേഷനിലുള്ള ഒരു സെർവറിൽ ഈ ഡാറ്റാസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. നമ്മളെ ക്രെഡൻഷ്യൽസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനങ്ങൾ മൊത്തം കിട്ടും. നമ്മൾ നമ്മുടെ ലോക്കൽ സാധനത്തിൽ സ്റ്റോർ ചെയ്യുന്നതല്ല. ഇതാണ് ഈ വെബ് ആപ്പ് എന്ന് പറയുന്ന സാധനം. അതുകൊണ്ടാണ് ഇങ്ങനെ ബൂമായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സാധനവും ഇപ്പൊ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ആരെന്ത് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിലും അത് ഇങ്ങനത്തെ ഒരു ബേസ്ഡായിരിക്കും. ഇനിയിപ്പോ ഇവിടെ ഒരു ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അവിടെ ബാക്ക് എൻഡ് വരും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ജാങ്കോ അല്ലെങ്കിൽ ഫ്ലാസ്കോ അതിന്റെ ഒരു യൂസ് വരും.
ആപ്പ് ഉണ്ടാക്കുന്ന ആളായിരിക്കില്ല അതിന്റെ പണി ചെയ്യുക, പക്ഷെ വേറെ ഇതിന്റെ ഒരു ഡെവലപ്പറിന് അതിനൊരു യൂസ് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡാറ്റാസ് ഒന്നും ഇപ്പോഴത്തെ ആപ്പിലാണെങ്കിലും അങ്ങനെ ഈ ഡൈനാമിക് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ട സാധനം ഉണ്ടാവും. അതായത് പല ഡിവൈസസിലും ചേഞ്ച് ചെയ്യേണ്ട സാധനം ഉണ്ടാവും. അങ്ങനത്തെ സാധനങ്ങൾ ഒരിക്കലും ആ ഡിവൈസിൽ മാത്രം എൻക്ലോസ് ആയിട്ട് ആപ്പിൽ നിൽക്കാൻ പറ്റില്ല. ആ ആപ്പിന്റെ ഡാറ്റ അതേമാതിരി ഒരു സെർവറിലായിരിക്കും സ്റ്റോർ ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ ആ ഡാറ്റ അപ്പുറത്തെ ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കാണിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് മൊത്തം നമുക്ക് എപ്പോഴും ഒരു ബാക്ക് എൻഡ് ഫ്രെയിംവർക്കോ ബാക്ക് എൻഡ് സെർവർ സൈഡിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ കോൺഫിഗർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് മെയിനായിട്ട് ഈ പൈത്തണും ഇതൊക്കെ ഈ വെബ് ഡെവലപ്മെന്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പൈത്തൺ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇഷ്ടംപോലെ ഇതുണ്ട്. പൈത്തൺ യൂസ് ചെയ്യാം, ഗോ യൂസ് ചെയ്യാം, റൂബി ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. ഏത് ലാംഗ്വേജ് വെച്ചിട്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഒരുവിധം എല്ലാ ലാംഗ്വേജ് വെച്ചിട്ടും ഇങ്ങനത്തെ പ്രോസസ്സൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജാവ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഈ വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പൈത്തണിന്റെ ജസ്റ്റ് ഒരു സാധനം മാത്രമാണ്. ഇതേമാതിരി ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഹൈപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ഡാറ്റ സയൻസ് എന്നൊക്കെ പറയാം. ഇതൊക്കെ ഈ സയൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും അതിനൊരു ഹൈപ്പ് കേട്ടിട്ട് പോകുന്നവരായിരിക്കും. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയൊരു അല്ലെങ്കിൽ എന്താ പറയുക ഒരു AI എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര വാല്യൂ ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കുറെ അസംഷൻസ് ഉണ്ട്. അത് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ബേസിക്കലി AI എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇൻട്രസ്റ്റ് വേണം ആ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇപ്പോൾ മറ്റേ ആള് ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന അതേമാതിരി തന്നെയാണ് ഇയാള് ഇവിടെ ഇത് ചെയ്യുന്നത്. ലൈക്ക് രണ്ടാൾ ചെയ്യുന്നതും ഡിഫറെന്റ് ജോബ് ആയിരിക്കും. അങ്ങനെ പിന്നെ ഇപ്പൊ ഈ AI ആ ഒരു ഫീൽഡിലൊക്കെ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി അവിടെ ഈ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി ഇങ്ങനത്തെ സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ റെലവൻസ് ഉള്ളത്. ഈ ഡാറ്റനെ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പോൾ അതിലൊക്കെ വർക്ക് ചെയ്യുന്ന പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ മാത്തമാറ്റിക്കല് നമ്മൾ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളിലെ AI എന്നല്ല ഡാറ്റ സയൻസ് എന്നൊക്കെ പറയുന്നത് ആ സംഭവങ്ങൾ നമ്മൾ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതാണ്. ലാംഗ്വേജ് അല്ല അതിലെ മെയിൻ സാധനം എന്ന് പറയുന്നത്. നമ്മൾ ബാക്കി യൂസ് ചെയ്യുന്ന കാൽക്കുലേഷൻസ് ആണെങ്കിലും ആ സാധനങ്ങളൊക്കെയാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ AIയിലേക്കൊക്കെ പോകുന്നവർ എപ്പോഴും അതിന്റെ ഹൈപ്പിന്റെ പിന്നാലെ പോവാതെ എന്താണ് അത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അതിലേക്ക് പോവാ. എന്താണ് ഈ AI, എന്താണ് മെഷീൻ ലേണിംഗ്, എന്താണ് ചിലപ്പോൾ നമ്മൾ ഈ വിചാരിച്ച സാധനമേ ആയിരിക്കൂല അത്. പലരും വിചാരിക്കുന്നുണ്ടാവുക എന്തോ ഒരു റോബോട്ടിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക റോബോട്ടിന് ഭയങ്കര ബ്രെയിനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ജയിക്കുക എന്നുള്ള സാധനം കഴിയും. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അതൊന്നും അവരെ ചെയ്യാം. അവിടെ വല്ല കോഴ്സിനും ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം ചെയ്യുന്നത് കുറെ അറയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറെ പ്രോസസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ എന്താ പറയാ വല്ല ഹൗസ് പ്രൈസ് പ്രൊഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ മാതിരി കുറെ പ്രീവിയസ് ഡാറ്റ കൊടുത്തിട്ട് അടുത്ത സാധനം പ്രൊഡിക്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങൾ ഇതൊക്കെയാണ് ഒരു ബിഗിനർ എപ്പോഴും ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ചെയ്യാം. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നൊന്നും അല്ലല്ലോ ഞാൻ വിചാരിച്ചത് നല്ലൊരു ഇത് വരും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഹൈപ്പിന്റെ പിന്നാലെ പോകാതിരിക്കുക. എന്തൊരു സാധനമാണെങ്കിലും ഇൻട്രസ്റ്റ് വേണം ഓരോന്നിലും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എന്തൊരു സാധനം ലേൺ ചെയ്യാൻ പറ്റും. പിന്നെ എന്തൊരു ഫീൽഡ് സെലക്ട് ചെയ്യുന്നതിന്റെ മുന്നേ അതിനെന്തൊക്കെ പ്രീ റിക്വസൈറ്റ് വേണമെന്നുള്ളതും ഇതൊക്കെ നോക്കുക. പിന്നെ ഇപ്പോൾ ഈ പൈത്തണോണ്ടുള്ള വേറൊരു സാധനമാണ് ഈ സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്. ഇതും ഏകദേശം ഈ AIന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ. എനിക്ക് AIയിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒരു കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ AIനെ തന്നെ നമുക്കൊരു 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അതിൽ കമ്പ്യൂട്ടർ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജിനെ വെച്ചിട്ട് കളിക്കുന്ന സംഭവങ്ങളാണ്. അതായത് ഒരു ഇമേജിൽ ഇപ്പൊ എന്താ പറയാ ഇതിലുള്ളതൊക്കെ ഹ്യൂമൻസ് ആണോ, ഇതിൽ എന്ത് ഒബ്ജക്ട്സ് ഉള്ളത്, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ. ഇപ്പൊ ടെസ്റ്റിലൊക്കെ ചെയ്യുന്നതൊക്കെ മിക്കവാറും ഈ കമ്പ്യൂട്ടർ വിഷൻ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് ഒരു കാറ് മൂവ് ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള സാധനങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ സിഗ്നൽ റെഡ് ആണോ ഇതാണോ അതിനനുസരിച്ചിട്ട് ആക്ഷൻസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പൊ ഈ ഇതിൽ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അതിൽ മെയിനായിട്ട് ഈ ഇമേജിനെ ബേസ് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ള ഒരു സാധനമാണ് NLP എന്നൊരു സാധനമുണ്ട്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. ഇപ്പൊ നിങ്ങൾ ഗൂഗിളിനോട് എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ഒരു ചാറ്റ് ബോട്ടിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കറക്റ്റ് ആയിട്ട് ചാറ്റ് റിപ്ലൈസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു എന്തെങ്കിലും സ്പാം മെയിൽ കുറെ അയച്ചു കഴിഞ്ഞാൽ അത്
ഡയറക്റ്റ് ആയിട്ട് സ്പാം ഫോൾഡറിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലെ ലാംഗ്വേജിനെ പ്രോസസ്സ് ചെയ്തിട്ട് ആ ലാംഗ്വേജ് അതിലെ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇത് സ്പാം ആണോ അല്ലെങ്കിൽ ലൈക്ക് ഇതിനെന്താ റിപ്ലൈ കൊടുക്കേണ്ടത് എന്നുള്ള സാധനമൊക്കെ അവിടെ ആ ഒരു മോഡലിനെ ലേൺ ചെയ്യിപ്പിച്ചിട്ട് അതിന് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ എന്നിട്ട് അതിന് ഇതിന്റെ ഒക്കെ ഒരു ബേസിക് സാധനം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഞാനിപ്പോ ഒരു 1 lakh ഡാറ്റാസ് കൊടുത്തു അതിന്, ഈ സാധനങ്ങൾ മൊത്തം സ്പാം ആയിരിക്കും. അപ്പൊ ഞാനിപ്പോ പുതിയൊരു ഡാറ്റ കൊടുക്കുമ്പോൾ ഇത് ഈ 1 lakh ഡാറ്റാസിനായിട്ട് എന്തെങ്കിലും മാച്ച് സിമിലാരിറ്റി ഉണ്ടോ എന്നുള്ള സാധനം നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഗസ് ചെയ്യാലോ ഇത് സ്പാം ആയിരിക്കോ അല്ലേ എന്നുള്ള സാധനം. ഇതാണ് ബേസിക്കലി ഈ അതിന്റെ ഒക്കെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള കുറേ ഡാറ്റാസ് കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, എന്നിട്ട് പറയാണ് ഈ സാധനം ഒക്കെ എന്താണ് ഇതാണ്, ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഇതല്ല എന്നുള്ള സാധനം പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നമ്മളൊരു ചെറിയ കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അതൊരു വലിയൊരു ഏരിയ ആണ് ഈ AI എന്നൊക്കെ പറയുന്നത്. അതിൽ ഇതേമാതിരി അപ്പൊ ഈ 2 സാധനം ഉണ്ട്. പിന്നെ അതേമാതിരി വേറെയുള്ള ഒരു മേജർ സാധനമാണ് ഈ ഡാറ്റ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ഇത് രണ്ടും എന്തായിരുന്നു, ഒന്ന് ഇമേജും ഒന്ന് ടെക്സ്റ്റും ആയിരുന്നു. അടുത്തതാണ് ജസ്റ്റ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ ടാബുലർ ഡാറ്റാസ് ഉണ്ടാവുമല്ലോ അതിനെ വെച്ച് അനലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇതിനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഈ ഹൗസ് പ്രൈസ് പ്രൊഡിക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു ലൊക്കാലിറ്റിയിൽ ഉള്ള സെൽ ചെയ്ത വീട്സിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്തു, അതിന്റെ പ്രൈസും ലിസ്റ്റ് ചെയ്തു. അപ്പൊ ഇത് മൊത്തം ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോ പുതിയൊരു വീട് കിട്ടുകയാണ്. അപ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഇതിന്റെ പ്രൈസ് എത്ര വരിക എന്നുള്ളത് നമുക്ക് ഗസ് ചെയ്യാലോ. ഒരു സാധാരണ ഒരു മനുഷ്യന് അത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റില്ല. ഈ സാധനം മെഷീൻ ചെയ്യുന്നു എന്നുള്ള സാധനമാണ്. അപ്പൊ ഈ ഡാറ്റ അനാലിസിസ് ഇതൊക്കെ എല്ലാ സാധനവും നല്ല സ്കോപ്പുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇതൊന്നും എന്താ പറയാ ജസ്റ്റ് വിചാരിക്കുന്നവരെ അത്ര സിമ്പിൾ ആയിരിക്കില്ല, കുറച്ചുകൂടെ ഉണ്ടാവും. പക്ഷെ ആർക്കും ലേൺ ചെയ്യാവുന്ന സാധനങ്ങളല്ലേ ഉള്ളൂ. അതിനൊക്കെ ഒരു ഫണ്ടമെന്റൽസ് ആയിട്ട് കുറെ സാധനങ്ങൾ പഠിക്കണം. അത് പലരും പഠിക്കുന്നില്ല എന്നുള്ളതാണ് മിസ്റ്റേക്ക്. ജസ്റ്റ് പ്രോഗ്രാമിംഗ് പാർട്ട് മാത്രം നോക്കും. പ്രോഗ്രാമിംഗ് പാർട്ട് അല്ലാതെ ഇതൊക്കെ ഈ ഇങ്ങനെ മാച്ച് ചെയ്യുന്നതും ഇതിന്റെ ഈ അൽഗോരിതംസിന്റെ ഒക്കെ ബാക്കിൽ കുറേ മാത്തമാറ്റിക്സും കാര്യങ്ങളും ഉണ്ട്. അതെപ്പോഴും ലേൺ ചെയ്യണം. അങ്ങനത്തെ സാധനത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഫണ്ടമെന്റൽ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. എന്നാലേ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതുവരെ ആൾക്കാർ ചെയ്ത നമ്മളിപ്പോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കുറെ പ്രൊജക്ട്സ് കിട്ടും. ആ സാധനങ്ങളല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളത്, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ ഡാറ്റ അനാലിസിസ് ഒക്കെ ഭയങ്കര സ്കോപ്പുള്ള സാധനമാണ്. അതായത് ഇപ്പോൾ ഈ എന്തൊരു ബിസിനസ്സിലും അവരെ ഒരു എയിമാണ് സെയിൽസ് കൂട്ടാനുള്ളത്. ഈ സെയിൽസ് കൂട്ടാനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണത്. മുന്നത്തെ ഡാറ്റ നോക്കിയിട്ട് ഇപ്പൊ പണ്ടൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മാനുവലി നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സാധനം തന്നെയാണ് ഇതൊക്കെ. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കോൾസിനായിരിക്കും കൂടുതലും സെയിൽസ് കൺവേർട്ട് ആവുക എന്നുള്ള സംഭവമൊക്കെ. ഇന്ന് അതിനെന്ത് ചെയ്തു, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് അത് ഓട്ടോമാറ്റിക് ചെയ്യാൻ നോക്കുക. അപ്പൊ നമുക്ക് കുറെ മാനുവൽ പവർ നമുക്ക് അവിടെ കുറക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 3 സാധനമാണ് ഈ AI ഒരു പാർട്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു 3 ഡിവിഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇതിന്റെ തന്നെ പല കോമ്പിനേഷൻസും ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ഒരു കടലാണെന്നുള്ള പറയുന്നത്. അപ്പൊ ഒന്ന് നമുക്ക് ഈ AI എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു പാർട്ടിലേക്ക് പോകാൻ പറ്റും. ഈ പൈത്തണിന്റെ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. പിന്നെ ഒന്ന് വെബ് ഡെവലപ്മെന്റ് പറയാൻ പറ്റും. പിന്നെ ഒന്നാണ് ഇപ്പൊ ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതും ഇതേമാതിരി ഭയങ്കരമായിട്ട് ഹൈപ്രായി നിൽക്കുന്ന സാധനമാണ്. പലരും സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിചാരിക്കുക എന്തോ ഹാക്കിംഗ് ആണ്, പിന്നെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു ധാരണയിലുള്ള കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനത്തെ എന്തെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പഠിക്കുന്ന സാധനം എന്തായിരിക്കുന്നത്, നെറ്റ്വർക്കിങ്ങിന്റെ കുറെ ഫണ്ടമെന്റൽസ് ഉണ്ടാവും. അതായിരിക്കും നിങ്ങൾ ആദ്യം ടീച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് എങ്ങനെയാണ് ഡാറ്റ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ആവുന്നത്, എന്തൊക്കെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ഉണ്ട് എന്നുള്ളതും എന്തൊക്കെ ലെയേഴ്സ് ഉണ്ട്, ഇങ്ങനത്തെ ഓരോ സാധനങ്ങളായിരിക്കും നമുക്ക് ഫസ്റ്റ് പഠിപ്പിച്ചു തരുന്നത് ഒരു സൈബർ സെക്യൂരിറ്റിന്റെ ഒരു സാധനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്കിംഗ് ആണ് ഇതിന്റെ എല്ലാം ഫണ്ടമെന്റൽ സാധനം എന്ന് പറയുന്നത്. ഈ നെറ്റ്വർക്ക് ത്രൂ ആണ് ഇപ്പൊ ഈവൻ നമ്മളിപ്പോ ഈ കോഡ് കണക്ട് ചെയ്ത പോലെ ഒരു നെറ്റ്വർക്ക് ത്രൂ ആണ്. അപ്പൊ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ആളെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളെ സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഫസ്റ്റ് പഠിക്കേണ്ട സാധനമായിരിക്കും ഈ നെറ്റ്വർക്കിംഗ് പറയുന്നത്. ഇതിൽ ഈ പൈത്തണിന്റെ യൂസ് എവിടെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും കുറെ സാധനങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും. ഒരു സെയിം ടാസ്ക് ഒരു 10 വട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും.
അല്ലെങ്കിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ പോയി ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനൊക്കെ കേട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ പാസ്വേഡ്സ് കുറെ കോമ്പിനേഷൻസ് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്താൽ മതി, ഒരു പൈത്തണിൽ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷന്റെ ലിസ്റ്റ് അതിന് കൊടുത്താൽ മതി. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ അടിച്ചു നോക്കിക്കോളൂ, നമ്മൾ മാനുവലി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതേമാതിരി അങ്ങനത്തെ കുറെ സംഭവങ്ങൾക്ക് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ എന്തോ ഒരു നമുക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ടൂൾസ് ഉണ്ടാക്കാനുള്ളതാണ് മെയിനായിട്ട് സൈബർ സെക്യൂരിറ്റിയിലൊക്കെ പൈത്തണിന്റെ യൂസ് വരുന്നത്. പിന്നെ അതേമാതിരി പല നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ചെയ്യാനും അങ്ങനെ കുറെ സാധനങ്ങൾക്ക് വരും. ഇതൊക്കെ ഓരോ ഏരിയയിലും പല രീതിയിലും ഓരോ ലാംഗ്വേജിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തോ സാധനം എന്തൊരു സാധനം ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിലും ഇതൊക്കെ ശരിക്കും ഏത് ലാംഗ്വേജ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്കൊരു സാധനം ഓട്ടോമേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, എന്തോ ഒരു സാധനം ചിലപ്പോൾ നമുക്കൊരു 100 വട്ടം ചെയ്യാനുള്ളതാവും. അപ്പൊ ഒരാള് ഒരു 100 വട്ടോ 1000 വട്ടോ സാധനം ചെയ്യുന്നതിന് പകരം ഒറ്റ വട്ടം എന്ത് ചെയ്താൽ മതി, ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താൽ മതി. അപ്പൊ ആ സാധനം അവിടെ പോയിട്ട് അത് ഓട്ടോമേറ്റ് ചെയ്തോളും. പിന്നെ ഉള്ള വേറൊരു മേജർ ഏരിയയാണ് ഈ IoT എന്ന് പറയുന്നത്. IoT അല്ലെങ്കിൽ IoT എന്ന് മാത്രമല്ല, IoT എന്ന് പറയുന്നതും ഇതേമാതിരി ഭയങ്കര ഹൈഫായിട്ടുള്ള ഒരു സംഭവമാണ്. IoT അല്ലെങ്കിൽ ഹാർഡ്വെയറിനെ പ്രോഗ്രാം ചെയ്യാന്നൊക്കെ പറയാം സിമ്പിളായിട്ട്. ഈ IoT അല്ലെങ്കിൽ ഇതെന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, അതായത് എല്ലാ സാധനവും ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു ബേസിക് അണ്ടർലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ ഫോൺ എന്ന് പറയുന്നത് മേ ബി അങ്ങനത്തെ ഡിവൈസ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരുവിധം എല്ലാ ഡാറ്റാസും അങ്ങോട്ട് ലിങ്ക്ഡ് ആണല്ലോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ലൈറ്റോ ഫാനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓണാണോ ഓഫാണോ എന്നുള്ള സ്റ്റാറ്റസ് ഞാൻ ഇന്റർനെറ്റിലൊരു സെർവറിൽ സ്റ്റോർ ചെയ്യാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് IoT ആണെന്ന് പറയാം. അതായത് നമ്മൾ ലോക്കലി ഉള്ള സാധനങ്ങളെ ഡാറ്റാസ് മൊത്തം ഇന്റർനെറ്റിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. ആ ഇന്റർനെറ്റിൽ ടു ആൻഡ് ഫ്രോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അതാണ് IoT. അപ്പൊ ഇത് ഈ കമ്മ്യൂണിക്കേഷൻ നടത്താനും അതേമാതിരി ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമ്മളെ ഇവിടുത്തെ ലോക്കലി ഉള്ള ഒരു ഡിവൈസിനെ പ്രോഗ്രാം ചെയ്യാനാണെങ്കിലും ഒരു ലാംഗ്വേജിന്റെ ആവശ്യമുണ്ടാവും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തണിന് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ഹാർഡ്വെയർസിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങൾ കുറെ ഇലക്ട്രോണിക് ബോർഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ബോർഡ്സിലേക്ക് പോകണമെന്നില്ല, ഒരു ചിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. ഇപ്പോൾ അതെങ്ങനെ ആ ചിപ്പ് വർക്ക് ചെയ്യണം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം അതിനെന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു സാധനം വെച്ച് പ്രോഗ്രാം ചെയ്യും. അതിലൊക്കെ കൂടുതൽ യൂസ് ചെയ്തിരുന്നത് C പോലത്തെ ലാംഗ്വേജസ് ആണ് ഈ ആ ലെവലിൽ പ്രോഗ്രാം ചെയ്യാൻ എപ്പോഴും യൂസ് ചെയ്യല്. പക്ഷെ ഇന്നിപ്പോ കുറെയൊക്കെ ഈ മൈക്രോ പൈത്തൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈത്തണിലേക്ക് കുറെ ആൾക്കാർ വരുന്നതിന്റെ റീസൺ വെരി ഈസി ടു കോഡാണ്. അതായത് ലൈക്ക് നമ്മളതിലെ പല സാധനങ്ങളും എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്ന പോലെ ആയിരിക്കും. ഇപ്പൊ ഒരു സാധനം പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രിന്റ് എന്ന് പറഞ്ഞിട്ട് ആ സാധനം എഴുതി കൊടുത്താൽ മതി. അതായത് കുറെ സാധനങ്ങൾ ഭയങ്കര ഈസിയാണ്. ഇപ്പൊ നിങ്ങൾ സീനായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ് ശരിക്കും പൈത്തൺ. നല്ല സിമ്പിളാണ് തന്നെ പറയേണ്ടി വരും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൈത്തണിന്റെ കമ്മ്യൂണിറ്റി ഭയങ്കര ഈസി ടു കോഡ് ആയതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഭയങ്കര ഹ്യൂജ് ആണ്. അതായത് നിങ്ങളിപ്പോ ഏകദേശം നിങ്ങൾക്ക് പൈത്തണിൽ എന്തൊരു എറർ അടിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾ ഒരു ബ്രൗസറിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരു എറർ അടിച്ചു കഴിഞ്ഞാൽ ആ എറർ എന്താണെന്ന് അത് അതേമാതിരി കോപ്പി ചെയ്ത് ബ്രൗസറിൽ പേസ്റ്റ് ചെയ്താൽ മതി. അതിനുള്ള ആൻസർ ഫസ്റ്റ് തന്നെ മിക്കവാറും വല്ല സ്റ്റാക്ക് ഓവർഫ്ലോയിലും ഉണ്ടാവും. കാരണം അത് അത്രയും ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എറേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മാത്രം വരുന്ന സാധനമല്ലല്ലോ, എല്ലാവർക്കും വരുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ സപ്പോർട്ട് നന്നായിട്ട് കിട്ടും പൈത്തണിലൊക്കെ. പിന്നെ ഭയങ്കര ഈസി ടു കോഡാണ്, ഈസി ടു സ്റ്റാർട്ട് ആണ്, ഈസി ടു ലേൺ ആണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ പൈത്തൺ കുറെ ഭാഗത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേമാതിരി മൾട്ടി പർപ്പസ് ആണ് ശരിക്കും. നമുക്ക് പല ഭാഗത്തും ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഈ പറഞ്ഞ ഒരുവിധം എല്ലാ ആപ്ലിക്കേഷനിലും ബാക്കിയുള്ള ഒരുവിധം എല്ലാ ഡൊമൈൻഡ് ആയിട്ടുള്ള ലാംഗ്വേജസും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് AI ആണെങ്കിലൊക്കെ ഇതൊന്നും പൈത്തൺ മാത്രമൊന്നുമല്ല, അപ്പൊ ഇവൺ ജാവ വെച്ചിട്ട് വേണമെങ്കിലും അതിന്റെ മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പറ്റും. അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ആൾക്കാർ അവിടെ പൈത്തൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഒരു ഹാർഡ്വെയർസും കാര്യങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ബയോമെഡിക്കൽ ഫീൽഡിൽ
മെഡിക്കൽ ഫീൽഡിൽ ഇതിന്റെ കുറെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് കുറെ എന്താ പറയാ ഈ മെഷീനറീസിനൊക്കെ ലാംഗ്വേജസിന്റെ ലാംഗ്വേജ് ബേസിക്കലി എന്താ പറയാ എന്തോ ഒരു സാധനം ഓട്ടോമേറ്റ് ചെയ്യാനോ അതിനൊക്കെ ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലായി ഇത്ര ഉള്ളു ലാംഗ്വേജ് അറിയാം. നമ്മൾ ഒരാൾക്കൊരു സാധനം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. അത്ര ഉള്ളു ഈ സംഭവം. അപ്പോൾ അതേമാതിരി എല്ലാ ഏരിയയിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതൊരു സാധനം എടുത്ത് നോക്കി കഴിഞ്ഞാലും ഇനിയിപ്പോ നമുക്ക് മൈക്രോ സബ്സ്റ്റൻസിനെ അനലൈസ് ചെയ്യുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണെങ്കിലും ശരി എല്ലായിടത്തും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്താണ് എന്തൊരു ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ഏത് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഏത് ലാംഗ്വേജിലാണ് ഞാൻ തുടങ്ങേണ്ടത് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ കുറെ കാലം ഡൗട്ട് അടിച്ചിരിക്കുകയാണെങ്കിൽ അതിന് ചെയ്യാൻ പറ്റിയ ഒരു ഏറ്റവും സിമ്പിൾ വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എടുക്കുക, അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് ചേഞ്ച് ചെയ്യാതിരിക്കുക. പലർക്കും ഉള്ളൊരു ഇഷ്യൂ ആണ് കുറച്ചു കാലം പൈത്തൺ പഠിക്കും, പിന്നെ കുറച്ചു കാലം ജാവാസ്ക്രിപ്റ്റ് പഠിക്കും, പിന്നെ കുറച്ചു കാലം വേറെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കും. അങ്ങനെ പോകും. അത് മിക്കവാറും മാറുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോ എന്തെങ്കിലും ഒരു ന്യൂസ് എന്തെങ്കിലും ഒരു സാധനം കണ്ടിട്ടുണ്ടാവും. ഈ ലാംഗ്വേജിന് ഭയങ്കര സ്കോപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണെന്നുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ അതിന്റെ പിന്നാലെ പോകും. ശരിക്ക് അതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ വേണ്ടത് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഏത് ലാംഗ്വേജ് ആണെങ്കിലും ശരി. ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് ജാവയാണോ, നിങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ സി ആണോ, നിങ്ങൾ പഠിക്കുന്നത് പൈത്തൺ ആണോ, ഗോ ആണോ, ജാവാസ്ക്രിപ്റ്റ് ആണോ, ഏതാണെങ്കിലും ആ സാധനത്തിൽ ഫോക്കസ് ചെയ്യാം. അതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിലൊരു എന്താ പറയാ കരിയർ ഒന്ന് സെറ്റ് ആക്കാം. ഈ ലാംഗ്വേജസിന്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം അടിപൊളിയായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പുതിയൊരു സാധനം ലേൺ ചെയ്യാന്നുള്ളത് അത് ഭയങ്കര സിമ്പിളാണ്. കാരണം എല്ലാത്തിന്റെയും അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ് ഒക്കെ ഏകദേശം സെയിം ആണ്. ഇത് ഇപ്പൊ നമ്മളിപ്പോ നോർമലി ഉള്ള ലാംഗ്വേജസ് ഇല്ലേ, എല്ലാത്തിലും ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരേ സാധനമല്ലേ. നമ്മൾ ഈ പറയുന്ന സംഭവം വേറെ ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത്രയുള്ള ഡിഫറൻസേ ഉള്ളൂ ഈ പ്രോഗ്രാമിങ്ങിലാണെങ്കിൽ. അപ്പോൾ ഇതിന്റെ ഒക്കെ അണ്ടർലൈൻ കൺസെപ്റ്റ് എല്ലാത്തിനും സെയിം ആണ്. എല്ലാത്തിനും ലൂപ്സ് ഉണ്ട്, എല്ലാത്തിനും കണ്ടീഷൻസ് ഉണ്ട്, എല്ലാത്തിനും ക്ലാസ്സും ഒബ്ജക്റ്റും ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്, എല്ലാത്തിനും ഫങ്ഷൻസ് ഉണ്ട്, എല്ലാത്തിലും എല്ലാ സാധനവും ഉണ്ട്. അത് എന്താ പറയാ ചെയ്യുന്ന മെത്തേഡ് ഡിഫറെന്റ് ആണെന്നുള്ളത്. അത് ഓരോ ഏരിയയിലേക്കും ഓരോന്നായിരിക്കും ഒപ്റ്റിമൈസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ചിട്ട് അത് യൂസ് ചെയ്യാനുള്ളത്. അത് എപ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഫോക്കസ് ചെയ്യുക. ഒരു ലാംഗ്വേജിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള സാധനം ആദ്യം മര്യാദക്ക് പഠിക്കുക. എന്നിട്ട് മാത്രം ഈ ലാംഗ്വേജ് വേറെയുള്ള ലാംഗ്വേജിലേക്ക് പോവാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നിങ്ങളിപ്പോ ഒരു 5 year എക്സ്പീരിയൻസ് ആയ ഒരു ഡെവലപ്പർ ഒരിക്കലും അയാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അയാൾ ഏത് ലാംഗ്വേജാണ് ചെയ്യുന്നത് എന്നുള്ള സാധനം കൺസേൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവിടെ ചോദിക്കുന്ന പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. കാരണം കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ലാംഗ്വേജ് വരുന്നത് ഒരു മാറ്റർ അല്ല. ഏത് ലാംഗ്വേജ് എന്ന് കഴിഞ്ഞാൽ ഇപ്പോ ഞാനിപ്പോ ഒരു പൈത്തണിന്റെ പ്രോ ആണ് വിചാരിക്കാം. ഞാനിപ്പോ എനിക്കിപ്പോ ജാവയിൽ എന്തൊരു സാധനം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒരു 2 days ചിലപ്പോൾ ജാവന്റെ ഒരു സിന്റാക്സോ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ബേസിക് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. 2 ദിവസം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ആ സാധനം ചെയ്ത് കൊടുക്കാം. അത്രയുള്ള സംഭവം ഉള്ളൂ അത്. അപ്പോൾ പക്ഷെ ഈ ഒന്നില് മാസ്റ്റർ ചെയ്യാതെ നിങ്ങൾ എപ്പോഴും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ അണ്ടർലൈൻ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം എല്ലാ സാധനത്തിലും എന്തൊക്കെയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും എന്താ ചെയ്യുക, ഏതെങ്കിലും ഒറ്റൊരു സാധനത്തിൽ ഫോക്കസ് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ വർക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ കരിയർ സെറ്റ് ആയതിന്റെ ശേഷം എന്താ ചെയ്യുക, വേറെ ലാംഗ്വേജസിലേക്ക് പോകണമെങ്കിലൊക്കെ പോവാം. പിന്നെ ഒരിക്കലും ഒറ്റ ലാംഗ്വേജ് മാത്രമേ ഞാൻ പിടിച്ച് നിൽക്കുള്ളൂ എന്നുള്ള ആ ഒരു ആശയം ഉണ്ടായിരുന്നു. ഇത് വേറെ പെർസ്പെക്റ്റീവില് പറഞ്ഞതാണ്. അതിപ്പോ നിങ്ങൾക്കൊരു പെട്ടെന്ന് എന്തോ വേറൊരു നോഡിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ലേൺ ചെയ്യുക, എന്നിട്ട് അതിൽ ചെയ്യാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഈ പ്രോഗ്രാമേഴ്സോ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ എപ്പോഴും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പ്രോബ്ലം സോൾവേഴ്സ് ആണ് ശരിക്കും. എന്തോ ഒരു കോപ്പി റൈറ്റിംഗ് എന്നുള്ള മാതിരിയുള്ള ഒരു സാധനത്തിലുപരി അതല്ല നമ്മൾ ശരിക്കും ചെയ്യുന്നത്. എന്തോ ഒരു സാധനം കുറെ കാണുന്നത് പിടിച്ചിട്ട് അത് അതേമാതിരി ചെയ്യാന്നുള്ളതല്ല. ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. ലോജിക്കലി തിങ്ക് ചെയ്യാൻ മീൻസ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാന്നുള്ളതല്ല. എന്തോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്യേണ്ട, ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ മറ്റേ രീതിയിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഇത് കുറച്ച് കൂടുതൽ കോംപ്ലക്സ് ആയിരിക്കും സിസ്റ്റത്തിന്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പ്രോസസ്സിംഗ് പവർ വേണ്ടി. ഈ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു. ഇതൊന്നും ബിഗിനേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള സാധനമല്ല. ബിഗിനേഴ്സ് എങ്ങനെയും സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ആദ്യം നോക്കേണ്ടത്. ഈ നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് സൊല്യൂഷൻ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത്
എങ്ങനെ ഒപ്റ്റിമൈസ്ഡ് സൊല്യൂഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ആക്കി സാധനം ചെയ്യാൻ പറ്റും എന്നുള്ള ഏരിയയിലേക്കാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. ബേസിക്കലി എന്താണ്, നമ്മളെല്ലാവരും പ്രോബ്ലം സോൾവേഴ്സ് ആണ് ആവേണ്ടത്, അല്ലാതെ ഒരു എന്തോ സാധനം തിയറി പഠിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ആൾക്കാരല്ല ആവേണ്ടത്. അപ്പോൾ എന്തൊരു സാധനം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്, എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകാൻ പാടുള്ളൂ. കാരണം ഇത് മൊത്തം പിന്നെ ഈ പ്രോഗ്രാം ഒന്നും ഒരിക്കലും എന്തില്ല, ഒരു പ്രാവശ്യം ശരിയാണെങ്കിൽ പിന്നെ അത് തെറ്റൂല, അൺലെസ് നമ്മളെ കോഡിൽ മിസ്റ്റേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ. കാരണം നമ്മളെന്താണോ ചെയ്യാൻ പറഞ്ഞു കൊടുത്തത് അത് അതേമാതിരി അങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ പല ആൾക്കാരും ഉണ്ടാവും, അതായത് ലാംഗ്വേജിന് വെറുതെ ചെയ്യുന്ന ബ്ലെയിം ചെയ്യും, അതിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ട് എന്നുള്ളത്. അത് ആക്ച്വലി അതായിരിക്കില്ല ഇഷ്യൂ, അയാൾ ചെയ്തതിൽ ഉള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഇടക്ക് വർക്ക് ചെയ്തില്ല എന്ന് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ പ്രോഗ്രാമിന് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടാണത്. അതിലിപ്പോ ചില ഇൻപുട്സ് വരുമ്പോൾ ആ സാധനം വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ സാധനം ഈ പ്രോഗ്രാമർ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അതാണ് അതിന്റെ മെയിൻ ഇഷ്യൂ. പ്രോഗ്രാം എപ്പോഴും ഒരു ടൈമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും വർക്ക് ചെയ്യും. നമ്മുടെ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മര്യാദക്ക് നോക്കിയിട്ടാണ് മര്യാദക്കാണ് പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും ഒരു ഫസ്റ്റ് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് അതിൽ വർക്ക്ഔട്ട് ചെയ്യുക, എന്നിട്ട് അത് സെറ്റ് ആക്കുക. പിന്നെ എനിക്ക് ജോബ് കിട്ടുന്നതൊക്കെ ആണെങ്കിൽ ഭയങ്കര സിമ്പിളാണ് സംഭവം. ഒരു ലാംഗ്വേജിന്റെ ബേസിക് കൺസെപ്റ്റ് ഉണ്ടാവും, കുറേ സാധനങ്ങൾ, അത് മൊത്തം പഠിക്കുക. ഓക്കെ, പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തിയറി പഠിക്കുന്ന പോലെയല്ല, എപ്പോഴും കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് പഠിക്കുന്ന ഒരു സാധനമാണ്. അത് പഠിക്കുക. പിന്നെ നമ്മൾ ഏത് ഏരിയയിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് തീരുമാനിക്കുക. ഓക്കെ, എനിക്കൊരു വെബ് ഡെവലപ്പർ ആണ്, അല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ എനിക്കൊരു എന്തോ ആവണം. എന്താണോ ആവേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. ആ ആൾക്ക് എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ് വേണമെന്നുള്ളത് നോക്കുക. അത് നോക്കാനൊക്കെ പറ്റിയ ഒരു വഴിയാണ് ഒന്നെങ്കിൽ ആ സംഭവം ചെയ്യുന്ന ആൾക്കാരോട് ടോക്ക് ചെയ്യുക. അപ്പൊ അവരടുത്ത് ഇനിഷ്യേറ്റ് കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് വേണ്ടതെന്നുള്ള ആളോട് പറഞ്ഞുതരും. ഇനി അങ്ങനത്തെ ഒന്നും ഇത് കണക്ഷൻസ് ഇല്ലാതെ എനിക്ക് കുറെ സെർച്ച് ചെയ്യാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാമോ, JD നോക്കാം. അതായത് ഇപ്പൊ നൗക്കറി, ഇൻഡീഡ്, ലിങ്ക്ഡിൻ ഇങ്ങനത്തെ സാധനത്തിലൊക്കെ കുറെ ജോബ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സാധനം ഒന്ന് എടുത്ത് നോക്കി അറിയാൻ പറ്റും എത്രങ്ങാനും ജോബ്സ് അവൈലബിൾ ആണെന്നുള്ളത്. ഇതിലൊക്കെ ഉണ്ടാവും ഓരോ റോളും അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടാവും. ആ സ്കിൽസ് മൊത്തം ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ സ്കിൽസ് മൊത്തം ലേൺ ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു 2-3 പ്രൊജക്റ്റും ചെയ്യാം. ഈ പ്രൊജക്റ്റും ചെയ്തിട്ട് നിങ്ങൾ റെസ്യൂം ഉണ്ടാക്കി ഒരു കമ്പനിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങളൊക്കെ മിക്കവാറും കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണല്ലോ. നിങ്ങൾ ഈ ഫൈനൽ ഇയർ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ ചെയ്യുന്നത് എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊജക്ട് സെന്ററിൽ കൊണ്ടുപോയി കൊടുക്കും. ഈ അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ബേസിക്കലി ഒരു ജോബ് പോലും പലർക്കും കിട്ടാത്തത്. ഒരു കോളേജിലെ പ്രൊജക്ട് പോലും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അയാളൊരു ആ കമ്പനിയിലെ പ്രൊജക്ട് അയാൾ ഏൽപ്പിക്കുക? ഒരു സിമ്പിളായിട്ട് ഒരാൾക്ക് ആലോചിക്കാവുന്ന സാധനമാണല്ലോ. അപ്പൊ ഈ കോളേജിലെ പ്രൊജക്റ്റ് ഒക്കെ എപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ നോക്കുക. ഇത് ഉണ്ടാക്കാൻ ഒന്നും ഒരു പണിയുള്ള സാധനമല്ല. ചിലപ്പോൾ നിങ്ങളെ ടീച്ചേഴ്സോ ആരെങ്കിലും ഒക്കെ ഭയങ്കര ഡിമോട്ടിവേറ്റ് ചെയ്യും. അത് അവർക്കത് അറിയാത്തതുകൊണ്ടാണ്. ഇതൊന്നും വലിയ സാധനമല്ല. അപ്പൊ നമുക്ക് എന്തൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു 2-3 ട്യൂട്ടോറിയൽ കണ്ടാൽ മതി. അത് കണ്ടു കഴിഞ്ഞാൽ അത് ലേൺ ചെയ്യാവുന്ന സാധനമുള്ളൂ. ഇപ്പൊ നമുക്ക് ഒന്നും അറിയാത്ത ഒരാളിനൊരു എന്താ പറയുക, ഒരു അടിപൊളി ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 3-4 മാസം മതി. ഇതന്നെ ധാരാളമാണ്. അതായത് ആ ഒരു അടിപൊളി ലെവലിലുള്ള ഡെവലപ്പർ ആവാനുള്ള കേസാണ് പറഞ്ഞത്. സ്വന്തമായിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പ്രൊജക്ട് ചെയ്യാനുള്ള ലെവൽ തന്നെ ഈസി ആയിട്ട് എന്താ പറയാ, ഈ ഒരു 3-4 മാസമൊക്കെ ഫുള്ളായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. അടിപൊളി പ്രൊജക്റ്റും ചെയ്യാൻ പറ്റും. ഇതും ചെറിയ സാധനങ്ങളെല്ലാം പറ്റി പറഞ്ഞാൽ വലിയ സാധനങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യാം, പ്രൊജക്റ്റ് സെൽഫായിട്ട് ചെയ്യാം. ഇനീഷ്യലി നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം എന്ത് ചെയ്യുക, വല്ല ട്യൂട്ടോറിയൽസും ഫോളോ ചെയ്യുക, അതേമാതിരി ചെയ്യുക. ഒരു 2 ട്യൂട്ടോറിയൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 3ാമത്തെ ഒരു പ്രൊജക്റ്റ് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക. ഒരു ചെറിയൊരു പ്രൊജക്റ്റ്, പിന്നെ ഒരു പ്രൊജക്റ്റ് എന്ത് ചെയ്യുക, വലിയൊരു പ്രൊജക്റ്റ് കൂടിയും ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഏരിയയിൽ നിങ്ങൾ നോക്കാത്തൊരു സാധനം ഉണ്ടാവില്ല. ഏകദേശം എല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും ചെയ്തിട്ട് അത് റെസ്യൂമിൽ ആഡ് ചെയ്തൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എനിക്ക് ജോബ് കിട്ടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ജോബ് കിട്ടാന്നുള്ളത് ഒരിക്കലും ഒരു കൺസേണോ അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. വേറെ ഒന്നും അവിടെ ഒരു എന്താ പറയാ ബാരിയർ ആവില്ല. നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആണോ, അതോ നിങ്ങൾ ഏത് ഡിഗ്രി അടുത്തുള്ളത്, നിങ്ങൾക്ക് MTech ഉണ്ടോ അല്ലെങ്കിൽ PG ഉണ്ടോ,
ഇതൊന്നും മാറ്ററേ അല്ല. ഇതൊക്കെ പുറത്ത് വെറുതെ എന്ന് അപ്പുറത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ പറയേണ്ടതേ ഉള്ളൂ. ഒരു കമ്പനിക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് അവരെ വർക്ക് ആർക്കാണോ ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്കായിരിക്കും അവർ കൂടുതൽ പേ ഔട്ട് ചെയ്യുന്നതും അവരായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. ഇതൊരു ഫാക്റ്റാണ്. ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. അൺലെസ് യു ആർ വർക്കിംഗ് സംവർ അല്ലെങ്കിൽ യു ആർ ലീഡിങ് സം കമ്പനി, ആ ഒരു സ്റ്റേജ് വരെ എനിക്ക് ചിലപ്പോൾ അഗ്രി ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതാണ് ശരിക്കും നടക്കുന്നത്. അല്ലാതെ വേറെ എന്തൊക്കെയോ നോക്കിയിട്ട് അല്ലെങ്കിൽ എത്ര മാർക്ക് ഡിഗ്രിക്ക് വാങ്ങി എന്നുള്ളത് അതൊന്നും ഒരു കൺസേൺ അല്ല. ഇവർക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ടോ, അത് വേണ്ട ഒരു സ്കില്ലാണ്. ഒരു പ്രോഗ്രാമർക്ക് നമുക്ക് പ്രോബ്ലംസ് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഏതൊക്കെ സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിലും നമ്മൾ അതിന് ചിന്തിക്കുന്ന അപ്രോച്ചസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഇങ്ങനെ കുറച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ആണെങ്കിലും ശരി എന്ത് സാധനവും ഈസി ആയിട്ട് കിട്ടാവുന്ന സാധനമുള്ളൂ. അപ്പൊ അതൊന്നും എന്തല്ല ഒരു ഡിഫിക്കൽട്ടി ഉള്ള സാധനമേ അല്ല. ഇഫ് യു ആർ ബിൽഡിങ് യുവർ സ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെപ്പോഴും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പൊ പ്രോഗ്രാമിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഏത് സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ഹൈലി സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതിൽ എന്താ പറയുക ഭയങ്കര ഹൈ പൊസിഷനിലേക്ക് എത്താൻ പറ്റും. ഒരു ഷെഫ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അപ്പുറത്തുള്ള തട്ടുകടയിൽ കുക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, മാരിയറ്റിലോ അല്ലെങ്കിൽ എന്താ പറയുക വല്ല 5 സ്റ്റാർ ഹോട്ടലിലും കുക്ക് ചെയ്യുന്ന ഷെഫും ഉണ്ട്. രണ്ടാൾക്കും ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ ഭയങ്കര പാഷനേറ്റഡ് ആണ്. അപ്പൊ അതിൽ എന്തൊക്കെ സ്കോപ്സ് ഉണ്ടെന്നുള്ളതൊക്കെ നോക്കി അതിന് നല്ല രീതിയിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ആ രീതിയിൽ പോയി. മറ്റേ ആളതൊന്നും ബോധർ ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നാൽ മതി എന്നുള്ള ആ ഒരു ഡിഫറൻസ് ഉള്ളൂ. രണ്ടാളും ബേസിക്കലി ചെയ്യുന്നത് ഒരേ ജോബ് ആയിരിക്കും, പക്ഷെ അവരുടെ ഇൻകം ആണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഇൻട്രസ്റ്റ് എന്നുള്ളത് പിന്നെ ഇതിൽ ഭയങ്കര ഫാക്ടറാണ് കേട്ടോ. കാരണം നമുക്കിപ്പോ ചിലവരൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പായിരിക്കും. അതായത് എങ്ങനെയും ഒന്ന് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു സാധനമായിരിക്കും. അങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഓരോ പ്രോബ്ലംസിനും ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഗ്രോത്തും ഉണ്ടാവും. പിന്നെ അങ്ങനത്തെ ഒരു മാത്രമേ ഇതിൽ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുള്ളൂ. അല്ലാത്തവരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിൽ വെച്ചിട്ട് തട്ടിപ്പോകും. അതായത് ഇങ്ങനെ അവിടുന്ന് എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രോഗ്രാം പഠിക്കാനുള്ള ഒരു പണിയുള്ള സംഭവമല്ല. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇഷ്ടം പോലെ വെറും ട്യൂട്ടോറിയൽസ് തന്നെ നോക്കിയിട്ട് ഇഷ്ടം പോലെ പഠിക്കാൻ പറ്റും. പിന്നെ ഇതേമാതിരി തന്നെ പല ലേണിംഗ് ഇവന്റ്സ് ആണെങ്കിലും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇന്ന് ശരിക്കും ഇതിന് ഓപ്പർച്യൂണിറ്റി കൂടുതലാണെന്നുള്ളതാണ് സംഭവം. പണ്ടത്തെ കാലത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് ശരിക്കും ഓപ്പർച്യൂണിറ്റി മോർ ദാൻ ഇനഫാണ്. പിന്നെ പലർക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും ആ ഒരു ഇതുണ്ടാവില്ല, ഒരു എന്താ പറയുക അവയർനെസ് ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നോളജ് ഉണ്ടാവില്ല. ഇപ്പൊ ബേസിക്കലി ഇപ്പൊ അടുത്ത് ഞാനൊരു റിലേറ്റീവിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇതേമാതിരി ഇപ്പോൾ ഈ കോളേജ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ കോളേജിലായതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. കോളേജ് പ്രൊജക്റ്റ് ഒക്കെ പ്രൊജക്ട് സെന്ററിൽ കൊടുക്കാനുള്ള ആ ഒരു ഇതില്ലേ, അതേമാതിരി എന്തൊക്കെയാ ചെയ്യേണ്ടതൊന്നും അറിയുന്നതന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചു, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്. ഇതുവരെ ഒന്നും അറിയാത്ത ഒരാളാണ്, ഒന്നും അറിയില്ല മീൻസ് ഒന്നും അറിയാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്ത് തരാം, അത് അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഒറ്റയ്ക്ക് ചെയ്തോ എന്നുള്ള സംഭവം പറഞ്ഞു. പക്ഷെ എന്നിട്ടിപ്പോൾ ജസ്റ്റ് ഒരു 2-3 വീക്സ് ആയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ ട്യൂട്ടോറിയൽസ് ജസ്റ്റ് അയച്ചു കൊടുക്കും. അത് മൊത്തം പഠിക്കാൻ പറയും. അപ്പോൾ ഒരു 2 വീക്സ് കൊണ്ട് തന്നെ എന്തായി, ചെറിയ പ്രൊജക്ട്സും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഒന്നും അറിയാത്ത ഒരാളെ കേസാണ് കേട്ടോ പറഞ്ഞത്. ഇത്ര ഉള്ളൊരു സംഭവം. എന്നിട്ടിപ്പോൾ എന്നോടൊക്കെ പറഞ്ഞു, അതായത് ഇപ്പോൾ ഒരു ഇത്രയും വർഷം ഡിഗ്രിക്കോ എവിടെയും പോയിട്ടൊന്നും കിട്ടാത്തൊരു സാധനമാണ് 2 വീക്ക് ജസ്റ്റ്. അതായത് ഞാനൊന്നും പഠിപ്പിച്ചു കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് യൂട്യൂബിലെ കുറച്ച് ട്യൂട്ടോറിയൽസ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സാധനം ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുള്ളത് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത്ര ഉള്ളു ഈ സാധനങ്ങളൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ ചെറിയ പ്രൊജക്ട് ചെയ്യാനോ ഇത്രയുള്ള പണിയുള്ളൂ. നമുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വർക്കൗട്ട് ചെയ്യും, ഇരുന്ന് കുറെ നേരം ഇരുന്ന് അത് ലേൺ ചെയ്യും. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് എന്നെ ഓരോ സാധനങ്ങൾ ചെയ്യാൻ പറ്റിയത്. അല്ലാതെ എന്താ പറയുക അങ്ങനെ ഭയങ്കര ഹൈലി ഇന്റലിജന്റ് എന്നുള്ളത് അതൊന്നല്ല അവിടുത്തെ ഫാക്ടർ. നമ്മൾ കുറച്ചു നേരം ഇരുന്ന് വർക്കൗട്ട് ചെയ്യണ്ടോ എന്നുള്ളത് മാത്രമുള്ള അവിടുത്തെ ഫാക്ടർ. അപ്പൊ അതിന് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്കും ഈസി ആയിട്ട് എന്തൊരു സാധനവും അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം നിങ്ങളെ കോളേജ് പ്രോജക്റ്റ് ഒക്കെ ഒന്ന് പുറത്ത് കൊടുക്കാതിരിക്കുക.
കാരണം അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്കൊരു കമ്പനിയിൽ ഒരു ജോലി ഒരു കമ്പനി തരിക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ഈ കമ്പനീനൊക്കെ ഫേക്ക് ചെയ്യാ പറ്റിക്കാന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അതൊക്കെ വെറും എന്താ പറയാ കണ്ടെത്തലാണ്. കാരണം അവർക്കൊക്കെ അത് ഈസി ആയിട്ട് മനസ്സിലാവുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ലേൺ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കുറച്ച് ഡേയ്സ് ആണെങ്കിലും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഇഷ്ടം പോലെ ബൂട്ട് ക്യാമ്പ്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് നടത്തുകയും ചെയ്യും ഓരോരുത്തരും. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരാണെങ്കിലും കുറച്ച് ആൾക്കാർ ലേൺ ചെയ്യുക. മാക്സിമം നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ലേൺ ചെയ്യാൻ നിൽക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻസ്പയറിംഗ് ആയിരിക്കും. അതായത് ഒരാൾ ചിലപ്പോൾ പറയും നമുക്കിത് ചെയ്യാം എന്നുള്ളതൊക്കെ പറയാനൊക്കെ ഓക്കെ, ബാക്കിയുള്ളവർ അതിനനുസരിച്ചിട്ട് അത് ചെയ്യാം. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. എപ്പോഴും ഈ എത്ര തോന്നിയ ആൾക്കാരുടെ നോക്കുന്നതിനെക്കാട്ടും നല്ലത് ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്യുന്നവരാണോ എന്നുള്ളതാണ് എപ്പോഴും ഫാക്ടർ ചെയ്യുന്നത്. ഒരു ഇവന്റ് എന്താ പറയുക, ഒരു 100 ആളെ വെച്ച് നടത്തിയിട്ട് അതിനൊരു 10 ആൾക്ക് മാത്രം അത് ഇഷ്ടപ്പെടുക എന്നുള്ള ആ ഒരു പ്രൊഫഷനെക്കാട്ടും നല്ലത് എന്താണ്, ആ 10 ആൾക്കാരെ മാത്രം വെച്ചിട്ട് അവരെ നടത്തുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്പേഴ്സിൽ ഫോക്കസ്ഡ് ആകരുത്, അതിന് പകരം റിസൾട്ടിൽ ഫോക്കസ്ഡ് ആവുകയാണുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് കുറെ പ്രൊജക്ട്സ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ പല പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് തന്നെ വേണമെങ്കിൽ വർക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അപ്പുറത്തുള്ള കുറച്ച് ഷോപ്സ് ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വേണോ, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആദ്യം അവർ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതായത് ഇത് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ള സാധനങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് അത് യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രോബബ്ലി ചിലപ്പോൾ നമുക്ക് ആ വർക്ക് തരും. എന്നാൽ അവർക്ക് നിങ്ങൾക്ക് വർക്ക് എടുക്കുക, അതിനൊരു പേയ്മെന്റ് വാങ്ങിക്കുക, അത് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഇതൊക്കെ ഒരു ചെറിയൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റീസിനൊന്നും ഇവിടെ കുറവില്ല. എന്താ പറയാ, സ്കിൽസും ഇതൊക്കെ മര്യാദയ്ക്ക് ഡെവലപ്പ് ചെയ്യുന്നവർക്ക്. അപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, വെറുതെ ഇങ്ങനെ നടന്നാൽ മതിയോ അതോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യണോ, കരിയറൊക്കെ ഒന്ന് സെറ്റ് ആക്കണോ എന്നുള്ള സംഭവം. അപ്പോൾ നിങ്ങൾക്കത് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ വരുന്ന ഒരു ഇനി വരാൻ പോകുന്ന ഒരു 4 days മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ എപ്പോഴും ഈ ബൂട്ട് ക്യാമ്പും ഇതൊക്കെ ആണെങ്കിലും ഇപ്പോൾ നാളെ മുതൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ലൈവ് ക്ലാസ്സസ് മാതിരിയായിരിക്കും, വേറെ ആളായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് വെറുതെ അത് കണ്ടിട്ട് അത് കഴിഞ്ഞ് അത് അടച്ചു വെക്കുന്നതിന് പകരം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത ഇഷ്ടം പോലെ സാധനം കിട്ടും. വേണമെങ്കിൽ വേറെ ട്യൂട്ടോറിയൽസും വാച്ച് ചെയ്യുക, പ്രോഗ്രാംസ് ചെയ്ത് നോക്കുക അതിനെ ബേസ് ചെയ്തിട്ടുള്ള. പിന്നെ W3 സ്കൂൾസ് ഇങ്ങനത്തെ കുറേ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യുക, മാക്സിമം സാധനങ്ങൾ ലേൺ ചെയ്യാൻ നോക്കുക. അത് ലേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് യൂസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലേണിംഗ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് എനിക്ക് കരിയർ സെറ്റ് ആക്കാനും പറ്റും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിർത്താതിരിക്കുക. പ്രൊജക്ട്സും മാക്സിമം കുറേ പ്രൊജക്ട്സും ഇതൊക്കെ ചെയ്യുക. പിന്നെ ചെയ്ത പ്രൊജക്ട്സ് ഒക്കെ എപ്പോഴും ഷോക്കേസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ലിങ്ക്ഡിനിലൊക്കെ പ്രൊഫൈൽ ഇല്ലെങ്കിൽ അതിലൊക്കെ എപ്പോഴും പ്രൊഫൈൽ ഉണ്ടാക്കുക. കാരണം ഒരു പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിങ്ക്ഡിൻ ആണ്. ഇഷ്ടംപോലെ ഹയറിംഗ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡിനിൽ പലർക്കൊക്കെ വെറുതെ ഇങ്ങനെ മെസ്സേജസ് വരും. അതായത് അവരുടെ പ്രൊഫൈൽ കണ്ടിട്ട് നിങ്ങളിങ്ങനെ ഈ ജോബിന് ഇൻട്രസ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവിടെ എപ്പോഴും അപ്ഡേറ്റഡ് ആക്കി വെക്കുക. അതായത് നമ്മൾ എന്ത് പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ അവിടെ ജസ്റ്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തു, നല്ല എക്സ്പീരിയൻസ് നല്ല രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളവർ കാണുമ്പോൾ ഓക്കെ, ഇയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് എന്തൊക്കെയോ അറിയാം, ചിലപ്പോൾ ഇയാൾ നമുക്ക് ബെസ്റ്റ് ഫിറ്റ് ആയിരിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊഫൈൽ മാക്സിമം മാർക്കറ്റ് ചെയ്യാനും നോക്കുക. അതേമാതിരി സ്റ്റാറ്റസ് ആണെങ്കിലും സ്റ്റാറ്റസ് ഇട്ട് എന്തെങ്കിലും സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ നമ്മൾ വർക്കുള്ള ഒരാളെ ചിലപ്പോൾ അങ്ങനത്തെ ഒരാൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ എനിക്കൊരു വെബ്സൈറ്റ് ചെയ്യണം, അത് ഉണ്ടാക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു ആലോചിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ സ്റ്റാറ്റസ് കാണുന്നത്. അപ്പോൾ അയാൾ ചിലപ്പോൾ എന്തെങ്കിലും കൂടെ കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ ബേസിക് സാധനങ്ങളാണ്. ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് ചെയ്യാനും നോക്കുക, നെറ്റ്വർക്ക് ചെയ്യുകയും ചെയ്യുക, നല്ല ആൾക്കാരായിട്ട് പരിചയപ്പെടുക. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടാനും പറ്റും. ഈ നെറ്റ്വർക്കിങ്ങും സ്കില്ലും ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും ഒരു പണിയുള്ള കാര്യമില്ല. സ്കില്ലുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ സ്കില്ലും കിട്ടും. അപ്പോൾ ഈ 2 സാധനം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ വരുന്ന ഡേയ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.
എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം, മീറ്റിംഗിലാണെങ്കിലും അവിടെ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കാം. ഈ ചോദിക്കാൻ നമ്മൾ വെറുതെ കുറെ പേടിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ മടിച്ചിരുന്നിട്ടോ കാര്യമില്ല. നമുക്ക് ഇനീഷ്യലി ഒരു ഡൗട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടാവും. ഇതെന്തോ ഒരു മണ്ട ഡൗട്ടാണോ, ഡൗട്ട് ചോദിച്ചാൽ എന്താ ബാക്കിയുള്ളവർ നമ്മളെ പറ്റി വിചാരിക്കുക, ഇങ്ങനത്തെ കുറെ അസംഷൻസ് ഉണ്ടാവും. അത് ഏതൊരു ടോക്കിലാണെങ്കിലും ശരി, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. എന്തൊരു ടോക്ക് കഴിഞ്ഞാലും അവസാനം ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാന്നുള്ളത്. അപ്പൊ ആരും ഒന്നും ചോദിക്കില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാൻ ഇല്ലാത്തതുകൊണ്ടല്ല, മെയിനായിട്ട് നമുക്കൊരു പേടിയാണ് ഈ ഡൗട്ടിന് റെലവൻസ് ഉണ്ടോ എന്നുള്ള ഒരു പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാല് നമ്മളെന്തും അങ്ങനെ ഇരിക്കേ ചെയ്യുള്ളൂ. അതിന് പകരം എന്താ ചെയ്യുക, മാക്സിമം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, ആൾക്കാരായിട്ട് മാക്സിമം നെറ്റ്വർക്ക് ചെയ്യാൻ നോക്കുക, പരിചയപ്പെടുക, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക, ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഡൗട്ടിന്റെ കാര്യം പറയുമ്പോഴാണ് ഞങ്ങൾ പലയിടത്തും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ആളുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ 100 ആളിടയിൽ ഇപ്പൊ നിങ്ങൾ ഒരാൾ ഒരു 10 ഡൗട്ട് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ആളെന്ത് ചെയ്യും, ആൾക്കാർ നിങ്ങളെ നോട്ട് ചെയ്യും എപ്പോഴും. ഓക്കെ, ഇയാള് ഇങ്ങനെ ഒരാളുണ്ട്, ഇപ്പൊ വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എപ്പോഴും ആൾ നോട്ടീസബിൾ ആയിരിക്കും. ബാക്കിയുള്ള 99 ആളെയും വേറൊരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണവും ഉണ്ടാവില്ല. ഇപ്പൊ മേ ബി ഇപ്പൊ ചില ഇവന്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നല്ല റിസോഴ്സ് പേഴ്സൺസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഈ 10 ഡൗട്ട് വെച്ച ആളെന്തുണ്ടാവും, അയാൾക്ക് ഓർമ്മ ഉണ്ടാവും ചിലപ്പോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിനൊന്ന് മെസ്സേജ് അയച്ചാലോ അങ്ങനത്തെ ആളെന്നാണ് ഓക്കെ ഇയാളല്ലേ എന്നുള്ള ആ ഒരു രീതിയിൽ ആ ഒരു സംഭവമൊക്കെ കിട്ടാൻ പറ്റും. അപ്പൊ മാക്സിമം എന്തൊരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ മാക്സിമം നമ്മൾ ടോക്ക് ചെയ്യാന്നുള്ളതാണ്. ടോക്ക് ചെയ്താലേ ബാക്കിയുള്ളവരുടെ ഇടയിൽ നമ്മൾ നോട്ടീസബിൾ ആവുള്ളൂ. അങ്ങനെ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ, റീച്ച് അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കുക, പ്രൊഫൈലൊക്കെ ഒന്ന് സെറ്റാക്കാൻ നോക്കുക, നല്ല രീതിയിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇനീഷ്യലി പിന്നെ നമുക്ക് എന്തൊരു സാധനം ലേൺ ചെയ്യുമ്പോൾ ഒരു ഈ ജെ കർവ് എന്നൊക്കെ പറയും. ഒരു ഫസ്റ്റ് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, കുറച്ചും കഴിയുമ്പോൾ ഒന്ന് അടിയിലേക്ക് പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും നമ്മൾ അടിയിലേക്ക് പോകുന്നത്. ഇതിന് എല്ലാവർക്കും ഉള്ള സാധനമാണത്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നില്ല, ബാക്കിയുള്ളവരെങ്ങനെ എത്ര പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യുന്നത്, എന്നെ കൊണ്ട് അത് നടക്കുന്നില്ലല്ലോ, ഇങ്ങനത്തെ കുറേ മെന്റാലിറ്റി നമ്മൾ കടന്നു പോകും. ഇതൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ എന്താ ചെയ്യുക, അതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള സംഭവം മനസ്സിലാക്കുക, എന്നിട്ട് വീണ്ടും മൂവ് ഫോർവേഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കത് ഈ ഇഷ്യൂസ് ഒന്നും വരില്ല. എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡൗട്ട് ചോദിക്കുമ്പോഴും മടി ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം ഏതൊരു ഡെവലപ്പർക്കാണെങ്കിൽ അവർ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഡൗട്ടൊക്കെ തന്നെയാണ് നിങ്ങൾക്കും വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഉള്ളതും. അപ്പോൾ സംഭവങ്ങളൊക്കെ അത്രേ ഉള്ളൂ. എല്ലാം ഭയങ്കര സിമ്പിളാണ്, വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മാക്സിമം ഇനി വരുന്ന ഡേയ്സും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഈ ഒരു എൻറ്റയർ ഏരിയനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബൂട്ട് ക്യാമ്പിനെ പറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് റൈസ് ചെയ്യാം. പിന്നെ അതൊരിക്കലും ഒരു ഫോർമൽ മീറ്റിംഗ് മാത്രമോ ലൈക്ക് ഇപ്പോൾ ഈവൻ മലയാളത്തിൽ തന്നെ ഇങ്ങനെ സംസാരിക്കാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാഷ്വൽനെസ് ഫീൽ ചെയ്യാമെന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫോർമൽ മീറ്റിംഗ് ആയിട്ട് അങ്ങനത്തെ രീതിയിലൊന്നും കാണേണ്ട ആവശ്യമില്ല, പക്കാ കാഷ്വലായിട്ട് കണ്ടാൽ മതി. അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നതും ആരാണ്, ജസ്റ്റ് നിങ്ങളെ കോളേജിൽ തന്നെ പഠിക്കുന്ന തേർഡ് ഇയറിൽ പഠിക്കുന്ന ഷെയ്മാണ് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഒക്കെ സെയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഒക്കെ സെയിം ഏജ് ഗ്രൂപ്പ് ആയിരിക്കും, ഒക്കെ ഇത്ര ഉള്ളു സംഭവം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ബാക്കിയുള്ളവരോട് പറയാനെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കുക എന്നുള്ളതാണ്. ഹലോ, കേക്കുന്നില്ലേ? ഓക്കെ. ശരിക്കും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് കേട്ടിരിക്കുന്ന പോലെ കേട്ടിരിക്കണം. നമുക്ക് എന്ത് ഡൗട്ട് ഇല്ലെങ്കിൽ അവരോട് ചോദിക്കുക. അത് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബോറായി പോകും. നമ്മൾ നല്ല ഇന്ററാക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇന്ററാക്ട് ചെയ്തിട്ട് ഈ 5 ദിവസം പോകണം. അപ്പൊ എന്ത് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെന്റേഴ്സിനോട് ചോദിക്കുക. ആരും പഠിച്ചിരിക്കണ്ട. പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ എങ്ങനെയെങ്കിലും അവർ റിപ്ലൈ തരും. അപ്പം പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ.
പിന്നെ ഷഹീംക്ക എന്തോ പറയാൻ ഉണ്ട് പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ പറയാം. ഹായ്, എൻ്റെ പേര് ഷെയ്ൻ. സോ ഞാൻ BCA തേർഡ് ഇയറിലെ സ്റ്റുഡൻ്റ് ആണ്. സോ ഞാനായിരിക്കും നെക്സ്റ്റ് 3 days പൈത്തൻ്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ആൻഡ് 4th ഡേ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇവന്റിന്റെ 5th ഡേയിൽ അരവിന്ദ് എന്ന് പറഞ്ഞ ഒരാൾ പൈഗ്രാമേഴ്സിലെ ഇന്റേൺ ആണ്. അങ്ങനെ നമുക്ക് ടീക്കിൻഡർ എന്ന് പറഞ്ഞൊരു ഇതിനെക്കുറിച്ച് പറഞ്ഞുതരും. ഓക്കെ, അപ്പം നമ്മൾ പൈത്തൺ കോഡ് ചെയ്യുന്നതൊക്കെ VS കോഡ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ്, ഒരു ടെക്സ്റ്റ് എഡിറ്ററിലാണ്. സോ അത് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊന്നും ജസ്റ്റ് പറയാനായിരുന്നു. അപ്പം നമുക്കൊരു 10 minutes കൊണ്ട് ഇത് നിർത്താം കേട്ടോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നില്ലേ? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. ലോഡിംഗ് ക്ലിയർ അല്ലേ? അപ്പം നമ്മള് സിസ്റ്റത്തില് പൈത്തൺ ഇൻബിൽഡ് ആയിട്ടില്ല. ഓക്കെ, ഇപ്പം ഉബണ്ടു ഒക്കെ ആണെങ്കിൽ ഇൻബിൽഡ് ആയിട്ട് പൈത്തൺ ഉണ്ടാവും. അപ്പം പൈത്തൺ റൺ ചെയ്യാനുള്ള ഒരു ഇന്റർപ്രറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ ഇംഗ്ലീഷ് സിസ്റ്റത്തിന് മനസ്സിലാവണല്ലോ. അപ്പൊ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഇന്റർപ്രറ്റർ. അപ്പൊ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് നെറ്റ് പോയി സെർച്ച് ചെയ്യുക, പൈത്തൺ സെർച്ച് ചെയ്യുക. python.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് കാണും. ഞാൻ ലിങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം. python.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കയറിയിട്ട് അവിടെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ്സ് എന്നുള്ള ബട്ടണും കാണാം. ഇവിടെ പൈത്തൺ 3.9.6 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഇത് നമ്മളിപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ അത് ഞാൻ പറയാം. അതിന്റെ മുന്നേ പൈത്തൺ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ടെക്സ്റ്റ് എഡിറ്റർ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, VS കോഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എഡിറ്ററാണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഇതിലിടാം. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താലും മതി, VS കോഡ് ഡൗൺലോഡ് VS കോഡ് ഫോർ വിൻഡോസ് നമ്മുടെ ലിനക്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സാധനം കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇനിയുള്ള സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പോൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ളൂ, പക്ഷെ സിസ്റ്റത്തിന് അറിയില്ല ഈ പൈത്തൺ നിങ്ങൾ എവിടെ ഇൻസ്റ്റാൾ ചെയ്തെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണം? എൻവിയോൺമെന്റ് വേരിയബിൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ട് മെനു പോയിട്ട് പൈത്തൺ എന്ന് സെർച്ച് ചെയ്യാം. പൈത്തൺ, ഈ പൈത്തൺ 3.9 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവമാണ് ആപ്പ് കാണാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ട് മെനു എടുക്കുക, എന്നിട്ട് പൈത്തൺ സെർച്ച് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു ഷോർട്ട് കട്ടിലേക്ക് പോവാം. ഇതിന്റെ ഒറിജിനൽ ലൊക്കേഷനിലേക്ക് പോകാൻ ഒന്നും കൂടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ ഉണ്ടായിരിക്കും, ഇത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഈ ഒരു അഡ്രസ് ബാറിൽ ഒരു സിംഗിൾ ക്ലിക്ക് ചെയ്താൽ ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് കോപ്പി ചെയ്യുക, Ctrl+C, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി അടിക്കുക. എന്നിട്ട് ഒന്നും കൂടി നിങ്ങൾ സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്തിട്ട് സിസ്റ്റം വേരിയബിൾസ് എന്നുള്ളത് സെർച്ച് ചെയ്യാം. ഓക്കെ, സിസ്റ്റം വേരിയബിൾസ് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് താഴെ എൻവയോൺമെന്റ് വേരിയബിൾസ് കാണും, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൽ ഈ ഒരു ഏരിയയിൽ പാത്ത് എന്നുള്ളൊരു ഇത് കാണും. ചില സിസ്റ്റത്തിൽ, ഓൾഡ് സിസ്റ്റത്തിലൊന്നും പാത്ത് കാണില്ല. അങ്ങനെയുള്ളവർക്ക് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പാത്ത് എന്നുള്ള ഒരു നെയിമും കൊടുക്കുക. എന്തെങ്കിലും പാത്ത് അല്ലെങ്കിൽ പൈത്തൺ എന്നുള്ള ഒരു നെയിം കൊടുത്തിട്ട് ഈ വേരിയബിൾ വാല്യൂവിൽ എന്ത് കൊടുക്കാം, ഈ ഒരു നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സംഭവം ഉണ്ടല്ലോ അത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലാത്തവർക്ക് ഇവിടെ പാത്ത് എന്ന് പറഞ്ഞതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ന്യൂ കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ കാണാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾഡ് കറക്റ്റ് ആയിട്ട് റൺ ആവുന്നുണ്ടോ എന്ന് അറിയാൻ ജസ്റ്റ് ടെർമിനൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ CMD ഓപ്പൺ ചെയ്യുക, CMD. ഓക്കെ, എന്നിട്ട് പൈത്തൺ സ്പേസ് -- വേർഷൻ അടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേർഷൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ലിനക്സ് ഒക്കെ ആണെങ്കിൽ പൈത്തൺ 3 എന്നുള്ള അടിക്കേണ്ടി വരും. പൈത്തൺ 3 അടിച്ചിട്ട് വേണ്ടി വരും, -- വേർഷൻ എന്നുള്ള അടിക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈത്തൺ എൻവയോൺമെന്റ് കംപ്ലീറ്റ്ലി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. നെക്സ്റ്റ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം ഈ 2 സാധനങ്ങൾ നമുക്ക് നാളത്തേക്ക് സെറ്റ് ആക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒപ്പരം നാളെ മുതൽ കോഡ് ചെയ്യാൻ തുടങ്ങാം. 3 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പൈത്തൺ സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മിഷൻ. ഓക്കെ,
അപ്പം ഇത്ര ആള് പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എവിടെയെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? പിന്നെ നിങ്ങൾ ഡൗട്ട്സ് ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ തീർക്കാം, എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഇത് സംസാരിച്ചിട്ട് ഇവിടെ തന്നെ തീർക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ് നമുക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. എന്താ വെച്ചാൽ നിങ്ങളെ സെയിം സംശയം വേറെ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരു സംശയം ചോദിക്കുന്നതനുസരിച്ച് എന്തായി, മൂപ്പര് സംശയം ക്ലിയർ ആയി, നിങ്ങളതും ക്ലിയർ ആയി. ഇനിയിപ്പോ വേറെ ആർക്കെങ്കിലും ആ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഓൾഡ് ചാറ്റ് എടുത്ത് നോക്കിയാൽ ഓക്കെ, ഓൾറെഡി ഇവൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇത് നോക്കിയിട്ട് ഇതേപോലെ ഫിക്സ് ചെയ്താൽ പരിപാടി തീർന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കഴിയുന്നതും നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിലായിട്ട് ചോദിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറ. നമുക്ക് സംസാരിച്ചായിരുന്നു. 8:30 1 മണിക്കൂർ ഞാൻ വിളിക്കുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, ആ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ തന്നെ ഫസ്റ്റത്തെ വിൻഡോയിൽ തോന്നുന്നുണ്ട് അടിയിൽ ഒരു ഇതുണ്ടാവും, ആഡ് പാത്ത് ടു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് ബോക്സ് ഉണ്ടാവും. അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മാനുവലി എൻവയോൺമെന്റിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഷെയ്ന് 3.9 എന്തൊരു എറർ ഉണ്ട് തോന്നുന്നു. കാരണം ഒരു ഇത് കൊടുത്തിട്ടും വർക്ക് ആവാറില്ല. അതാണ് പിന്നെ ഞാൻ ഇത് ചെയ്യാൻ കാരണം. അങ്ങനെ 3.8 എടുക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം 3.9 അതേമാതിരി വേറെ ചില ഇപ്പോൾ ഈ പോസ്റ്റ്ഗ്രെസിനായിട്ട് കാണിക്കുന്ന ചില ലൈബ്രറീസ് ഒന്നും കോമ്പാക്റ്റബിൾ അല്ല. 3.8 ആണ് കുറച്ചുകൂടെ. നിങ്ങൾക്ക് ഇപ്പോൾ വേർഷൻ എടുക്കാൻ തന്നെ ആണെങ്കിലും ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഈ ഡൗൺലോഡിൽ ഓൾ റിലീസസ് എടുത്താൽ നിങ്ങൾക്ക് കാണാം 3.9, 3.8, 3.7, 2.7. ഇപ്പം ചില സിസ്റ്റത്തിലൊന്നും ഈ 3.6 ഒന്നും വർക്ക് ചെയ്യില്ല. കുറച്ച് ഓൾഡ് സിസ്റ്റത്തിലൊക്കെ അവർക്കൊക്കെ സാധാരണ യൂസ് ചെയ്യൽ 3.4 അങ്ങനെ ഒരു വേർഷനാണ്. 3.4 ഇല്ല, അപ്പോൾ 2.7 ആണ് ഏറ്റവും കമ്പാറ്റബിൾ ആയിട്ടുള്ള വേർഷൻ. അപ്പോൾ 2.7 കയറ്റുക എന്ന് വെച്ചാൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. 3.6 ഇൻസ്റ്റാൾ ചെയ്ത് 3.6 ആണ് കുറച്ചും കൂടി എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, 3.6 ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. എന്നിട്ട് 3.6 വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്യാം. 2.7 അതല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. 3.6ന്റെ ഇൻസ്റ്റാളേഷൻ ഇത് ഞാൻ ഇട്ട് തരാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒരു മിനിറ്റേ. ഹലോ, സോറി കേട്ടോ. അപ്പൊ ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്തായാലും മനസ്സിലായി. എന്താ പറയാ, ഒരു ഓവറോൾ എന്തായാലും ഷെയ്ൻ പറഞ്ഞു തന്നു. അപ്പോ ഒരുവിധം എല്ലാം കവർ ചെയ്തിരുന്നു. ഇപ്പൊ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്തൊക്കെ ഡൗട്ട് ഉണ്ടാവും ആ ഡൗട്ടൊക്കെ ഏകദേശം കവർ ചെയ്ത് തന്നു. സോ VS Code ഒക്കെ നാളത്തേക്ക് റെഡിയാക്കി വെക്കുക. അപ്പൊ നാളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും നീ പറയാണ്ടോ? പിന്നെ ടോട്ടൽ പരിപാടി എന്താ സംഭവം? എന്താ ഇതില് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ പഠിക്കാൻ എനിക്ക് മാത്രാണോ ബ്രേക്ക് ആവുന്നത്? എടാ മുസ്തഫ, നിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്യൂ, ടെക്സ്റ്റിൽ ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. പ്രോഗ്രാം എന്താണെന്നാ തോന്നുന്നു ചോദിച്ചത്. ഈ എന്ത് കണ്ടിട്ടാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്? എന്ത് ഫോമിൽ അപ്ലൈ ചെയ്യുന്നത്? ഇത് ഞാൻ എനിക്ക് ഗ്രൂപ്പിൽ ലിങ്ക് കിട്ടുകയാണ്. അപ്പോൾ ഈ പൈത്തനെ കുറിച്ച് പഠിക്കുന്ന ഗ്രൂപ്പാണെങ്കിൽ മനസ്സിലാക്കിയിട്ട് എന്താ ഫീ പ്രോഗ്രാമാണോ? വോയിസ് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്.
ഹലോ. ഓക്കെ, ഇത് എന്താന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് നമ്മൾ 5 days കൊണ്ട് പൈത്തൺ പഠിപ്പിക്കുകയാണ്. ബേസിക്സ് ഓഫ് പൈത്തൺ പഠിപ്പിക്കുകയാണ് 5 ദിവസം. ഫീ കാര്യങ്ങളൊന്നുമില്ല. 5 ദിവസം കൊണ്ട് നമ്മൾ പൈത്തൺ പഠിക്കുന്നതാണ് സംഭവം. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഓക്കെ, വേറെ ആർക്കും എന്തെങ്കിലും ചോദിക്കാണ്ടോ? പിന്നെ ഷെയിംക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പ് ചോദിക്കുക. അതാകുമ്പോൾ ഒരാൾ ചോദിച്ചാലും അവർക്ക് എടുത്തു നോക്കാലോ. അപ്പോൾ അതിലും പരമാവധി ചോദിക്കാൻ നോക്കുക. പേഴ്സണൽ ആയിട്ടാണെങ്കിൽ അങ്ങനെയും ചോദിക്കാം, ഇതിനും ചോദിക്കാം. ഓക്കെ, അപ്പം വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ 7:30 ആകുമ്പോഴത്തേക്ക് VS Code ഒക്കെ ഡൗൺലോഡ് ആക്കി വെക്കുക. ഓക്കെ, എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ.